പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കൃതജ്ഞതയോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഈശോ തരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കർത്താവ് ഇന്നുകളിലും ഇന്നലെകളിലും നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ. നമ്മുടെ കുടുംബം, പ്രത്യേകിച്ച് മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്വത്ത്, ആരോഗ്യം, ജോലി എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം ഇതാണ്: ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. വചനമുണ്ടല്ലോ, സങ്കീർത്തനം 106:1, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കാരണം കർത്താവിന് നന്ദി പറയണം. വീണ്ടും നമ്മൾ ലൂക്കാ 17:11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. അതിൽ 9 പേരും വന്നില്ല, ഒരാൾ മാത്രമേ നന്ദി പറഞ്ഞുള്ളൂ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ 10 പേരെ സുഖപ്പെടുത്തിയല്ലോ, ബാക്കി 9 പേരെ എവിടെയെന്ന് ചോദിച്ചു. നന്ദിയില്ലാത്തവരായിട്ട് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തീരരുത്. എന്ത് ചെറുതും വലുതുമായ നന്മകൾ കർത്താവ് തന്നാലും നന്ദി പറയണം. പിന്നെ മെസ്സേജ് ബോക്സിൽ താങ്ക് യു ജീസസ് എന്ന് ടൈപ്പ് ചെയ്തയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.